ഇന്ന് നമ്മൾ രാജുവിനെ കുളിപ്പിച്ച് സുന്ദരകുട്ടപ്പനാക്കുന്നതേ ഒന്ന് പുറത്തു കൊണ്ടുപോകാനാട്ടോ. പുറത്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോയിലാണ് കേട്ടോ അവനെ കൊണ്ടുപോകുന്നത്. വിവേകേട്ടനും ആര്യനുമാണ് കേട്ടോ കൂടെ പോയത്. ഓട്ടോയിലൊന്നും അങ്ങനെ അവനെ പുറത്ത് കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ അവന് കയറാൻ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഓട്ടോയിൽ കയറ്റിയത്. എന്നാൽ പിന്നെ പോകുമ്പോൾ ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് മലാപ്പറമ്പുള്ള പെറ്റ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറ്റിനറി പോളിക്ലിനിക്കിലാണ് കേട്ടോ അവനെ കൊണ്ടുപോയത് വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് സ്ഥലം പറഞ്ഞാൽ മലാപ്പറമ്പ് പൈപ്പ് ലൈൻ റോഡിൽ കോർപ്പറേഷൻ പാർക്കിൻ്റെ പിന്നിലായിട്ടാണ് കേട്ടോ ഈ ക്ലിനിക്ക്. നമ്മുടെ പെറ്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇതൊരു പെറ്റ് സ്റ്റോറും കൂടെയാണ്. പിന്നെ അവിടെ പെറ്റ് ഗ്രൂമിങ്, അതേപോലെ ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ലാബ് ഉണ്ട്. പിന്നെ എല്ലാ വെറ്റിനറി മെഡിസിൻസും അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ റാഞ്ചോനെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടിനുള്ളിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. വിവേകനെ നോക്കി കുരയ്ക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. പിന്നെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കേട്ടോ. അവൻ സന്തോഷമായി സമാധാനമായിട്ട് ഓട്ടോയിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ അവന് വേണ്ടിയിട്ട് ഒരു കോംബോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കേട്ടോ. ഇത് ഡോഗ്സിനും അതേപോലെ ക്യാറ്റ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ ഹെയറൊക്കെ നല്ല സ്മൂത്തായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ. അത് ഞെക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രോമങ്ങളെല്ലാം തന്നെ പുറത്തേക്കും പോകും കേട്ടോ. ഇത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി തോന്നി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് അവന് ഡിവോമിങ്ങിൻ്റെ ടാബ്ലറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റമിൻ ടാബ്ലറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെറ്റ്സിനെയൊക്കെ ഒരു 3 മാസം കൂടുമ്പോൾ ഡിവോം ചെയ്യണം കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യത്തെ വാക്സിനേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വാക്സിനേഷൻ കറക്റ്റ് 1 വർഷമാകുമ്പോൾ ചെയ്യണം.